ഇത്തവണ വോട്ട് ചെയ്യുന്നതിന് മുമ്പ് തിരുവനന്തപുരം നഗരസഭയിലെ വോട്ടർമാർ ദയവായി ഇത് ശ്രദ്ധിക്കുക. CPM-ഉം BJP-യും ഭരിച്ച രണ്ട് പ്രധാനപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളെ നമുക്കൊന്ന് എയുടെ സഹായത്തോടെ താരതമ്യം ചെയ്തു നോക്കാം. CPM കഴിഞ്ഞ 5 വർഷം ഭരിച്ച തിരുവനന്തപുരം കോർപ്പറേഷനും BJP ഭരിച്ച പാലക്കാട് മുനിസിപ്പാലിറ്റിയും തമ്മിലാണ് താരതമ്യം നടത്തുന്നത്. വലിപ്പത്തിൽ മുൻപിലുള്ള തിരുവനന്തപുരം നഗരസഭയെക്കുറിച്ച് ഈ അടുത്ത് വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഒന്ന് കണ്ടു നോക്കാം. റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ UN ഹാബിറ്റാറ്റ് ഷാങ്ഹായ് ഗ്ലോബൽ അവാർഡ് നേടിയ തിരുവനന്തപുരം കോർപ്പറേഷനെ അഭിനന്ദിച്ച ഗവർണർ. അതേസമയം BJP ഭരിക്കുന്ന പാലക്കാട് നഗരസഭ വാർത്തകളിൽ ഈ അടുത്ത് നിറഞ്ഞത് ഈ നാറിയ ജാതി വിഷയത്തിലാണ്. 1 നൂറ്റാണ്ടിലധികം പഴക്കമുള്ള പാലക്കാട് നഗരത്തിലെ പൊതുശ്മശാനത്തിലാണ് NSSനായി പ്രത്യേക സ്ഥലം അനുവദിച്ചിരിക്കുന്നത്. ശവസംസ്കാര ചടങ്ങുകൾ നടത്തുന്നതിന് ഷെഡ് നിർമ്മിക്കാൻ 20 സെന്റ് സ്ഥലമാണ് നഗരസഭ നൽകിയത്. ജാതി തിരിച്ച് സ്ഥലം അനുവദിക്കുന്നതിലൂടെ പൊതുശ്മശാനം എന്ന ആശയം തന്നെ ഇല്ലാതാകും. ഇനി വാർത്തകളെ മാറ്റി നിർത്താം. ഗൂഗിളിന്റെ AIയോട് രണ്ട് തദ്ദേശ സ്ഥാപനങ്ങളെയും തമ്മിൽ അവരുടെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ താരതമ്യം ചെയ്യാൻ പറഞ്ഞപ്പോൾ ലഭിച്ച ഉത്തരമാണ് ഇത്. ഓവറോൾ പ്രകടനത്തിൽ തിരുവനന്തപുരമാണ് മുന്നിലെന്ന് AI തന്നെ സമ്മതിക്കുന്നു. ഇതിന് കാരണമായി തിരുവനന്തപുരം നഗരസഭയ്ക്ക് തുടർച്ചയായി ലഭിക്കുന്ന അവാർഡുകളും AI തന്നെ ചൂണ്ടിക്കാണിക്കുന്നു. ഇതിനു പുറമെ ഭവന പദ്ധതികളുടെ കാര്യത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ BJP ഭരിക്കുന്ന പാലക്കാടിനേക്കാൾ ഏറെ മുന്നിലാണെന്നും AI തന്നെ സമ്മതിക്കുന്നു. ഇതിന് കാരണം മറ്റൊന്നുമല്ല, തിരുവനന്തപുരം നഗരസഭയിലെ ഭവനരഹിതർക്ക് 10,096 വീടുകളാണ് 2024 മാർച്ചിനുള്ളിൽ മാത്രം CPM ഭരിക്കുന്ന കോർപ്പറേഷൻ ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ചു നൽകിയത്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വീടുകൾ നിർമ്മിച്ചു നൽകിയ കോർപ്പറേഷനും തിരുവനന്തപുരം തന്നെയാണ്. ഈ വിഷയത്തിലൊക്കെ ദയനീയ പ്രകടനമാണ് BJPയുടെ പാലക്കാട് മുനിസിപ്പാലിറ്റിയുടേത്. ഇനി മാലിന്യ സംസ്കരണത്തിലും പാലക്കാട് നഗരസഭ തിരുവനന്തപുരത്തേക്കാൾ ഏറെ പിന്നിലാണ്. തിരുവനന്തപുരം നഗരസഭയ്ക്ക് മികച്ച മാലിന്യ സംസ്കരണത്തിനുള്ള നിരവധി അവാർഡുകൾ ലഭിച്ചപ്പോൾ BJP ഭരിക്കുന്ന പാലക്കാട് നഗരസഭയിൽ മാലിന്യ സംസ്കരണം ഇപ്പോഴും ഒരു കീറാമുട്ടിയാണ്. പാലക്കാട് നഗരസഭയുടെ മാലിന്യ സംസ്കരണ പ്ലാന്റിൽ തീപിടുത്തം. ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കി. ഇനി തിരുവനന്തപുരം നഗരസഭയ്ക്ക് ഈ വിഷയത്തിൽ അവാർഡ് കൊടുത്തത് സംസ്ഥാന സർക്കാർ മാത്രമാണെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട. കേന്ദ്ര സർക്കാരിന്റെ നീതി ആയോഗ് വികേന്ദ്രീകൃത മാലിന്യ സംസ്കരണത്തിന്റെ മികച്ച മാതൃകയായി തെരഞ്ഞെടുത്തത് BJP ഭരിക്കുന്ന പാലക്കാട് നഗരസഭയെ അല്ല, ഇടതുപക്ഷം ഭരിക്കുന്ന തിരുവനന്തപുരം നഗരസഭയെയാണ്. ഇനി നിങ്ങൾ ചിന്തിക്കൂ, ഭരിച്ച പാലക്കാട് നഗരസഭ പോലും ശരിക്ക് വികസിപ്പിക്കാൻ കഴിയാത്ത BJPയെ തിരുവനന്തപുരം നഗരസഭയുടെ താക്കോൽ നമ്മൾ ഏൽപ്പിക്കണോ?